ഗായ്സ്, ഇന്ന് നമ്മൾ വെച്ചുപള്ളി പെരുന്നാളിന് പോകണം. അഞ്ചരയായിട്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് കുറച്ച് കൃഷ്ണന്മാരെയൊക്കെ കാണാൻ പറ്റി. വെച്ചുപള്ളി പോകാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്കധികം തിരക്കൊന്നും തോന്നിയില്ല. സാധാരണ പെരുന്നാളിലുള്ള പോലെ തിരക്ക് എനിക്ക് തോന്നിയില്ല. ഈ സ്കൂളിലാണ് ഞാനും ചേച്ചിയൊക്കെ പഠിച്ചത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പള്ളിയിലൊന്നും കയറിയില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നൊക്കെ പറഞ്ഞ് നേരെ നടക്കാനായിട്ട് പോയി. അറിയാവുന്ന ഫ്രണ്ട്സിനെയൊന്നും കാണരുതെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ കുറേ പേരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുന്ന് അങ്ങേ അറ്റം വരെയുള്ള എല്ലാ കടകളിലും കയറി ഓരോ സാധനവും കണ്ടിട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ ബജ്ജി മേടിച്ചിട്ട് ബജ്ജി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബജ്ജിയും തിന്നുകൊണ്ട് ഞങ്ങൾ കായലിൻ്റെ ആ ഒരു സൈഡിൽ പോയി നിന്ന് കുറേ നേരം. അവിടെ കുറേ പേര് അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരോട് വർത്താനം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം ആണെങ്കിൽ ടെൻഡർ കോക്കനട്ട് ആയിരുന്നു. ടെൻഡർ കോക്കനട്ട് മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കി. പക്ഷേ എല്ലാ കടയിലും ഒരേ ഡിസൈൻ, എനിക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. രാത്രിയൊക്കെ ആകുമ്പോഴാണ് ആൾ കൂടുന്നത്. പക്ഷേ അത്രയും നേരം ഞങ്ങൾ നിന്നില്ല. തിരിച്ചു പോകുന്ന വഴി ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണന്മാരെയൊന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രോഡ്വേ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ്. ഞങ്ങൾക്ക് ഇടപ്പള്ളി വരെയും പോകണമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ബ്രോഡ്വേയിലോട്ട് പോയത്. ഇടപ്പള്ളി വരെയും പോയിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം 3 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. 2 ബിരിയാണിയാണ് പറഞ്ഞത്. അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതുപോലെ ലേസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഞാനും അവളും കൂടെ മേടിക്കാനായിട്ട് പോയി. പിന്നെ നമുക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കണമായിരുന്നു. മെറ്റീരിയൽ എല്ലാം കൂടെ കാണുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആകുമല്ലോ, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് പിന്നെ നമുക്കിഷ്ടമുള്ളതൊക്കെ നോക്കി എടുത്തു. ഞാൻ എടുത്ത ഫാബ്രിക്കിൻ്റെ എന്നും വീഡിയോ എടുത്തില്ല. ഞാൻ എപ്പോഴും ഓർത്തപ്പോൾ എടുത്ത് വെച്ച വീഡിയോസാണ് ഇതൊക്കെ. എടുത്ത് കഴിഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമുക്ക് ലേസിലോട്ട് പോകണമായിരുന്നു. ലേസ് മേടിക്കാനായിട്ട് പോകണമായിരുന്നു. പിന്നെ ക്യാൻവാസ് മേടിക്കാനുണ്ടായിരുന്നു. ഇവിടെ 10 മീറ്റർ ഒരുമിച്ച് നമുക്ക് ക്യാൻവാസ് കിട്ടും. അപ്പം പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഹാങ്ങർ വാങ്ങണമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പാക്കിംഗ് കവർ വാങ്ങണമായിരുന്നു, പേപ്പർ കവർ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ രാത്രിയായി വീട്ടിൽ വന്നപ്പോൾ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 2 പെപ്ലം ടോപ്പാണ്. സെയിം മെറ്റീരിയൽ കൊണ്ട് ഒന്ന് സ്ലീവ്ലെസ് ആയിട്ടും ഒന്ന് സ്ലീവ് വെച്ചിട്ടുമുള്ള 2 പെപ്ലം ടോപ്പായിരുന്നു നമുക്ക് കൊടുക്കേണ്ടത്. ഇത് എങ്ങോട്ടത്തേക്കായിരുന്നു? തിരുവനന്തപുരത്തേക്കായിരുന്നു നമുക്ക് അയക്കേണ്ടത്. അപ്പോൾ ഇന്നലെ മേടിച്ച പേപ്പർ ബോക്സിനകത്തൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് പുതിയൊരു സാധനം ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് ഞാൻ പാക്ക് ചെയ്ത് അമ്മക്ക് കൊടുത്തു വിട്ടു. അമ്മ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയച്ചോളും. പിന്നെ നമുക്ക് ഒരു പെപ്ലം ടോപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്കറിയാവുന്ന ഒരു ചേച്ചി തന്നെയാണ് ഓർഡർ തന്നത്. ഇതിൻ്റെ ഫാബ്രിക്കാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പ്രിൻറ്റും നല്ല രസമുണ്ട്. ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നമുക്കൊരു ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പേൾപ്പിന്നൊക്കെ കുത്തി വെക്കുവാണ്. എനിക്ക് ഇങ്ങനെ തയ്ച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്കൊന്നും എടുത്തില്ല. വീഡിയോയിൽ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ തയ്ച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാനും അഞ്ജലിയും കൂടെ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്ന് ഐസ്ക്രീം മേടിക്കാൻ പോയ ദിവസം കഞ്ഞിയഞ്ചായിരുന്നു. അപ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല, ആകെ ഈ ഒരു കട മാത്രമേ തുറന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ പാസ്ത ഉണ്ടാക്കി. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. പറഞ്ഞോണേ. ആ ഗൈസ്, അപ്പം നമ്മൾ പാസ്ത ഉണ്ടാക്കി. അപ്പം പാസ്ത കഴിക്കാൻ പോവാ. ഇവർ വീഡിയോക്കകത്ത് വന്നോന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കരതാണ്. ക്യാമറയിട്ട് നോക്കടി. ആക്ച്വലി ഇത് തീരാറായി. ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു. എങ്ങനെയുണ്ട് അതിന് കഴിച്ചിട്ട്? അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അമേഴ്സിയാണോ? പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ബ്ലൗസുകളായിരുന്നു, ഒരു തിരുവാതിര ടീമിൻ്റെ. അപ്പോൾ അത് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അമ്മേനെ കൊണ്ട് എടുപ്പിച്ച് വെച്ചതാണ്. ഇല്ലെങ്കിൽ ഞാനായിട്ട് തന്നെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വീഡിയോ എടുക്കാനും മറന്നു പോവും, വീഡിയോ എടുക്കത്തുമില്ല. ഇതൊക്കെയായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസുകൾ. എല്ലാം സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാം ഒരേ പാറ്റേൺ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. പിന്നെ നമുക്ക് ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് മേടിക്കുന്ന ഒരു കൊച്ച് തന്നെയാണ് ഓർഡർ തന്നത്.
അതുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫാബ്രിക്കാണ്. ആ പ്രിൻറ്റും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ടോപ്പ് കൊളാബ് കൊടുക്കാമെന്ന് വെച്ചു. ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു ഷോർട്ട് കുർത്തി ചെയ്യാം. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒരു ഫുൾ സ്ലീവ് വെച്ചിട്ട് നെക്ക് വീനെക്ക് കൊടുത്തിട്ടൊരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ബ്ലൂ ഫാബ്രിക് കൊണ്ട് നമുക്കൊരു ഷോർട്ട് കുർത്തി ഓർഡർ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഓർഡർ തന്നത്. അതിൻ്റെ റീലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് കുർത്തി ആവശ്യമുള്ളവരത് DM ചെയ്താൽ മതി. എല്ലാ സൈസിലും അവൈലബിൾ ആണ്. കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഈ ടോപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ടൈ കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് സൈസിൽ എന്തെങ്കിലും വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. വേസ്റ്റ് ഫാബ്രിക്കൊക്കെ നമുക്ക് കിട്ടത്തില്ലേ, 1 മീറ്റർ താഴെയൊക്കെ വരുന്ന ഫാബ്രിക്കും ഉണ്ട്. എന്തെങ്കിലും ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് സീരീസ് പോലെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതാണ് അപ്ലോഡ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി ചെയ്യുവാണ്. ഇത് എംബ്രോയ്ഡറി ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി ക്രിസ്മസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിനായിട്ട് മഷ്റൂമാണ് ഞാൻ എംബ്രോയ്ഡറി ചെയ്തത്. മഷ്റൂം എന്താണെന്ന് ചോദിച്ചാൽ റെഡും ആ ഒരു ഓഫ് വൈറ്റ് കളറും ഉള്ളതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. ഒരു കിഡ്സിൻ്റെ ഒക്കെ കളക്ഷൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പതിയെ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഓർഡർ ഉണ്ടായിരുന്നത് ഒരു ഫ്രോക്കാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു മെറൂൺ ഫാബ്രിക് കൊണ്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രിൻ്റാണ് അതിൽ വരുന്നത്. ഇതുകൊണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഹോൾട്ടർ നെക്ക് വരുന്ന ഒരു സ്ലീവ്ലെസ് എലൈൻ ഫ്രോക്കാണ്. ഇതൊരു ഷുവർ ഒക്കെ ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തില്ല, എഡിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെ ഒരു ഷോർട്ട് കുർത്തി ഉണ്ടായിരുന്നു. ഈ ഒരു യെല്ലോ ഫാബ്രിക് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടിയിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാബ്രിക്കാണ്. അത് ഇതുകൊണ്ട് തീർന്നു. നോർമൽ ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. സ്ലീവും 3/4 സ്ലീവൊക്കെ കൊടുത്ത് നെക്ക് ഒരു നെക്ക് പോലത്തെ ഒരു നെക്കിൽ ഒരു വി കട്ടൊക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു നെക്കാണിത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1 മീറ്റർ ഫാബ്രിക് കൊണ്ട് നമ്മളൊരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രോപ്പ് ടോപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഈ ഒരു ഫാബ്രിക് 1 മീറ്ററിൽ താഴെയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. താങ്ക്